നമഃ ശിവായ. എല്ലാവർക്കും നമസ്കാരം. നാളെ, അതായത് 2026 ജൂൺ മാസം 12 വെള്ളിയാഴ്ച, ഏറെ പ്രത്യേകതകൾ നിറഞ്ഞൊരു ദിവസമാണ്. ഭഗവാൻ കൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ട പരമ ഏകാദശി കഴിഞ്ഞു വരുന്ന ദ്വാദശിയാണ് നാളെ. നാളെ രാവിലെ 6:08 മുതൽ 8:38 വരെയാണ് പാരണ വീടേണ്ട സമയം. നാളെ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം വളരെ പ്രധാനമാണ്. അതോടൊപ്പം ഭഗവാന് തുളസിമാലയും നെയ്വിളക്കും സമർപ്പിക്കേണ്ടതാണ്. നാളത്തെ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ലക്ഷ്മി ദേവിക്ക് പ്രിയപ്പെട്ട വെള്ളിയാഴ്ച ആണെന്നതാണ്. നാളത്തെ ദിനം ഗൃഹത്തിൽ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കുമായി ലക്ഷ്മി പൂജ ചെയ്യുക. ഉപ്പുദീപം തെളിയിക്കുന്നതും ഐശ്വര്യദായകമാണ്. ഗൃഹത്തിൽ നാരങ്ങാദീപം തെളിയിക്കുക. അതും സാധിച്ചില്ലെങ്കിൽ നിലവിളക്കിൽ നെയ്യൊഴിച്ച് 5 തിരിയിട്ട് ദീപം തെളിയിക്കുക. അതിനും സാധിക്കാത്തവർ ദേവീക്ഷേത്ര ദർശനം നടത്തി നെയ്ദീപം തെളിയിക്കുകയോ നാരങ്ങാദീപം തെളിയിക്കുകയോ ചെയ്താൽ മതിയാകും. നാളെ വെള്ളിയാഴ്ച ദിവസം ഭരണി നക്ഷത്രവും ചേർന്ന് വരുന്നതിനാൽ ദുർഗാദേവിക്കും അഥവാ ഭദ്രകാളിക്കും ഏറെ പ്രാധാന്യമുള്ള ദിനമാണ്. ദുർഗാദേവിയുടെയോ ഭദ്രകാളിയുടെയോ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പൂമാല, നെയ്വിളക്ക്, കടുംപായസം എന്നിവ വഴിപാടായി ചെയ്യാവുന്നതാണ്. കൂടാതെ സന്ധ്യാനേരത്ത് കനകധാരാ സ്തോത്രം, മഹാലക്ഷ്മി അഷ്ടകം, ദുർഗാഷ്ടോത്തരം, ഭദ്രകാളി അഷ്ടോത്തരം എന്നിവ ജപിക്കുന്നത് ദുരിതങ്ങളെ ഇല്ലാതാക്കി ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും സമാധാനവും നൽകും. നാളത്തെ ദിവസത്തെ മറ്റൊരു വലിയ പ്രത്യേകത നാളെ പ്രദോഷമാണെന്നതാണ്, അതായത് ശുക്രപ്രദോഷം. കൂടാതെ ദ്വാദശി ചേർന്ന് വരുന്ന പ്രദോഷം കൂടിയാണ്. ത്രയോദശി വരുന്നത് ശനിയാഴ്ച ആയതിനാൽ നാളത്തെ പ്രദോഷം മഹാപ്രദോഷം കൂടിയാണ്. ഭഗവാൻ ശിവന് ഏറ്റവും പ്രധാനപ്പെട്ട വ്രതമാണ് പ്രദോഷവ്രതം. നമ്മുടെ ജീവിതത്തിലെ ഏത് ദോഷങ്ങൾ നീങ്ങാനും പ്രദോഷവ്രതം അനുഷ്ഠിച്ചാൽ മതി. പക്ഷേ ശരിയായ രീതിയിൽ പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നത് കുറച്ചു കഠിനമാണ്. ഒരിറ്റു വെള്ളം പോലും കുടിക്കാതെ വേണം ശരിയായ രീതിയിൽ പ്രദോഷവ്രതം നോൽക്കാൻ. അതിരാവിലെ കുളിച്ച് ഭഗവാന് മുന്നിൽ ദീപം തെളിയിച്ച് ഭസ്മക്കുറി തൊട്ട് നമഃശിവായ ജപിച്ചുകൊണ്ടേയിരിക്കണം. വൈകിട്ട് ദീപാരാധന കഴിഞ്ഞതിനു ശേഷം അഭിഷേകത്തിൻ്റെ പ്രസാദം അഥവാ തീർത്ഥം കഴിച്ചു വേണം പാരണ വീടാൻ. നാളത്തെ ദിവസം മറ്റൊരു മന്ത്രം ചൊല്ലാൻ സാധിച്ചില്ലെങ്കിലും നമഃശിവായ മന്ത്രം കഴിയുന്നത്ര തവണ ജപിക്കുക. ചുരുങ്ങിയത് 108 തവണയെങ്കിലും. കാരണം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം പഞ്ചഭൂതങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള ഒന്നാണ്. നമ്മുടെ ശരീരം പഞ്ചഭൂതാത്മകമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമഃശിവായയിലെ ന ഭൂമിയെയും മ ജലത്തെയും ശ അഥവാ ശി അഗ്നിയെയും വ വായുവിനെയും യ ആകാശത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. എന്നാൽ പഞ്ചഭൂതങ്ങളിൽ 3 നമ്മുടെ ശരീരവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നമ്മുടെ ശരീരം 70% ജലമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ശരീരത്തിലെ ജലാംശത്തിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും അതുവഴി രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യമുള്ള ഒന്നാണ് വായു. പ്രാണവായു ഇല്ലാതെ ഒരു നിമിഷം പോലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് അഗ്നി. അഗ്നി എന്നാൽ ശരീര ഊഷ്മാവിനെ നിലനിർത്തുന്ന ഒന്നാണ്. അഗ്നിക്ക് വേറൊരു ഭാവം കൂടിയുണ്ട്. അതാണ് നമ്മുടെ ദഹനശക്തി എന്ന് പറയുന്ന ജഠരാഗ്നി. ശരീര ഊഷ്മാവ് ശരിയായി നിലനിർത്താൻ സാധിച്ചില്ലെങ്കിൽ, ദഹനപ്രക്രിയ ശരിയായി നടന്നില്ലെങ്കിൽ ക്ഷണിക്കപ്പെടാത്ത അതിഥികളായി പല അസുഖങ്ങളും നമ്മളിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ഈ 3 എലിമെൻസിനെയും നന്നായി സന്തുലിതമായ അവസ്ഥയിൽ നിർത്തേണ്ടത് ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് നാളത്തെ ദിവസം ഇനി പറയുന്ന മന്ത്രം ചൊല്ലാൻ ശ്രമിക്കുക. 18 അല്ലെങ്കിൽ 108 തവണ ചൊല്ലുവാൻ എന്തായാലും ശ്രമിക്കുക. ശിവ എന്നാൽ മംഗളം എന്നാണ് അർത്ഥം. ശിവൻ മംഗളകാരകനും. നാളെ ചൊല്ലേണ്ട മന്ത്രത്തിൽ മ വ ശി, അതായത് ജലം, വായു, അഗ്നി
ഇവ സന്തുലിതമായാൽ നമ്മൾ പൂർണ്ണ ആരോഗ്യമുള്ളവരായി. അവയെ മ വ ശി വ എന്ന രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ള മന്ത്രം എന്ന രീതിയിൽ വേണം ചൊല്ലുവാൻ. അതായത് മവശിവ മവശിവ മവശിവ. ഇതല്ലെങ്കിൽ നമശിവായ ചൊല്ലിയാലും മതി. എന്നിരുന്നാലും മവശിവ എന്ന് ചൊല്ലുമ്പോൾ പ്രാധാന്യമുള്ള 3 എലിമെൻസിന് ശക്തി ലഭിക്കുകയും അതുവഴി രോഗങ്ങൾ വരാതിരിക്കുകയും ഉള്ള രോഗങ്ങളെ ഭേദപ്പെടുത്തുകയും ചെയ്യും. ഈ മന്ത്രം ചക്ര മെഡിറ്റേഷനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഈ മന്ത്രം നാളത്തെ ദിവസം മാത്രമല്ല, നിത്യവും ജപിക്കാവുന്നതാണ്. ഈ മന്ത്രം ചക്ര മെഡിറ്റേഷനെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് പറഞ്ഞുവല്ലോ, അതിലെ ഒരു ചെറിയ ഭാഗം ഇവിടെ പങ്കുവച്ചു എന്ന് മാത്രം. എല്ലാവരും നാളത്തെ ദിനം ഭക്തിപൂർവം ആചരിച്ച് ശ്രീകൃഷ്ണ ഭഗവാനെയും മഹാലക്ഷ്മിയെയും ദുർഗാദേവിയെയും ഭദ്രകാളിയെയും പരമശിവനെയും ഭജിച്ച് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും ഐശ്വര്യവും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.